മറ്റൊരു തകർപ്പൻ എപ്പിസോഡ് ഇതാ ആരംഭിക്കുകയാണ്. കരുനാഗപ്പള്ളിയിലുള്ള ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ എന്നുള്ള ആഘോഷം ഇതാ തുടങ്ങാൻ പോകുന്നത്. അവിടുത്തെ മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കും ഇന്ന് നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിന് മിഴിവേകാൻ പോകുന്നത്, ബഹളം തരാൻ പോകുന്നത്, ഒരുപാട് സന്തോഷം തരാൻ പോകുന്നത്. ശരിക്കും നമ്മളെപ്പോഴും ചേട്ടൻ എപ്പോഴും പോകുന്നത് വലിയ വലിയ കോളേജുകളിൽ, ക്ലബ്ബുകളിൽ, വലിയ റെസിഡൻസ് അസോസിയേഷനിൽ, അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവരുടെ കുട്ടികളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് പേരെ അങ്ങ് ഇരുത്തിയിരിക്കും, ബാക്കി മുതിർന്നവരങ്ങ് ഏറ്റെടുക്കും. പക്ഷേ ഇവിടെ കളി കംപ്ലീറ്റ് അങ്ങോട്ട് മാറാൻ പോവുകയാണ്. ഇന്ന് സി കേരളം സൂപ്പർ ബമ്പർ എന്നുള്ള മഹോത്സവം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാഷുമാരും ടീച്ചർമാരും ഒന്നും നിങ്ങളെ ഒരു വഴക്കും പറയത്തില്ല, അടിയും തരത്തില്ല, പിച്ചും തരത്തില്ല. അതുകൊണ്ട് ഫുൾ ആടിപ്പോളിയായിരിക്കണം കേട്ടാ. ഇവിടത്തെ നല്ല നല്ല കുട്ടികളുടെ ഒരുപാട് ചിരികളും കളികളും കയ്യടിയും നിഷ്കളങ്കമായ ഒരുപാട് ആർപ്പുവിളികളുമായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് സി കേരളം സൂപ്പർ ബമ്പർ അറ്റ് ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, കരുനാഗപ്പള്ളി. ഇനി നമുക്ക് വേണ്ടത് ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഒരു മിടുക്കനായ ഒരു കുട്ടിയെയാണ്. കാര്യം തുടക്കത്തിൽ തന്നെ നല്ലൊരു കലാവിരുന്നോടുകൂടി തുടങ്ങിയാൽ നമ്മളെല്ലാവരും ഉണരും. അവിടെ ഇരിക്കുന്നവർ ഉണരും, ഇവിടെ ഇരിക്കുന്നവർ ഉണരും, ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിടുക്കിയെ ഞാൻ നേരത്തെ കണ്ടുവച്ചായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നിയ ഒരാളാണ്. ആളെ ഞാനിങ്ങോട്ട് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഇങ്ങോട്ട് വരണം. അപ്പം ഇല്ല ഞാൻ വരൂല, എണീക്കൂല, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ ചാടി ഓടി മതിലും ചാടി നേരെ ഇവിടെ വരണം. അതാണ് നമ്മുടെ ഒരു ലെവൽ, നമ്മുടെ പവർ. അവിടെ ഇരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സി കേരളത്തിൻ്റെ എല്ലാ പ്രേക്ഷകരും കാണണം. റെഡിയല്ലേ? വിളിച്ചാൽ യാതൊരു മടിയും കാണിക്കരുത്. ഇതാ വിളിക്കാൻ പോകുന്നു. നല്ല കയ്യടി കൊടുത്തേ, നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ. ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കരുനാഗപ്പള്ളിയിലെ ഒരു മിടുക്കിയെയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മോളുടെ പേരെന്താ? എന്താണ്? വീട്ടിലെന്താ വിളിക്കുന്നത്? എളുപ്പത്തിന് എല്ലാവരും എന്താ വിളിക്കുന്നത്? ചെറിയ പേരൊന്നുമില്ലേ? അമ്മൂന്നോ കുമ്മൂന്നോ? പിന്നെ ഇവിടെ വന്നപ്പോൾ കൂടെ ഇരിക്കുന്നവരെല്ലാം, മോൾ എത്രയില്ല? +1-ലോ +2-ലോ ഡിഗ്രിയോ? പിന്നെ എന്തിനാ ഈ വലിയ വലിയ ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? എന്തിനാ വന്നിരിക്കുന്നത്? ആ ചിരി തന്നെയാണ് എൻ്റെ ഉത്തരം കേട്ടാ. നമുക്കങ്ങനെ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. മാലാക കുട്ടികൾക്ക് എല്ലായിടത്തും സ്ഥാനമുണ്ട്, അല്ലേ? അല്ലേ അല്ലേ എന്താണോ അത്? ആകെ UKG-ലോട്ട് എത്തിയിട്ടേ ഉള്ളൂ. LKG-യിലെ പരീക്ഷയൊക്കെ ജയിച്ചായിരുന്നോ? ജയിച്ചില്ലേ? തോറ്റോ? ജയിച്ചായിരുന്നോ? ശരി. സി കേരളം പ്രേക്ഷകർക്ക് വേണ്ടത് ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ അഭിമാനമായ സ്വാലിഹ കുട്ടി നല്ലൊരു പാട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം പാടിക്കൊടുക്കണം. ആ പെണ്ണിന് നീലക്കണ്ണ, ആ കണ്ണത് കണ്ടവൾ എന്നെ വളയ്ക്കണതെന്റെ വിളൊരു ചിന്ന. ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണിനെ ഇന്ന് നാലാൾക്ക് മുന്നിൽ മാറായി മറ്റൊരു വരന നിന്ന്. സുർമകൾ എഴുതിയ കണ്ണിൽ ഒരു സുന്ദര രൂപം കണ്ടു മഞ്ഞൊഴുകും മീരാവിൽ ഇടനെഞ്ചിൻ താളം കേട്ടു കൈത പൂക്കണ കണ്ണീർ പാടത്ത് കാറ്റ് മൂളണ നേരത്ത് പൂരാക്ക നിന്റെ കാന മൂളണ കുമ്മാൻ്റെ നേരത്ത് അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ സ്നേഹം അറിയിച്ചതില്ല നീ ഇങ്ങനെ സ്നേഹം ഇനി ഞാൻ മുന്നിവരില്ല ലോകം ഇന്നെന്നില്ലതല്ല സ്വപ്നം ഞാൻ കാണാറില്ല പ്രണയം ഇന്നതുവരെ ഇല്ല. I need you, I miss you, I love you, I love you, I need you, I miss you, I love you, I love you. La 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 la. ഭഗവാനെ, എൻ്റെ സ്വാലിയ കുട്ടി ഈ കൊച്ചു നാവിൽ നിന്ന് എന്തൊക്കെയാണ് കേട്ടത്? എന്നെ നോക്കിയിട്ട് ഐ മിസ് യു എന്നൊന്ന് പറഞ്ഞേ. I miss you. ഐ ലവ് യു പറഞ്ഞേ. I love you. I love you too, darling. ശരി, അപ്പോൾ സ്വാലിയ കുട്ടിയുടെ നല്ലൊരു പാട്ടോടുകൂടി സി കേരളം സൂപ്പർ ബമ്പർ എന്ന ഈ ഉത്സവം കരുനാഗപ്പള്ളി ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൽ
കൊടിയേറിയിരിക്കുകയാണ്. ഇനി ഒരു പൊട്ടിപ്പാറുന്ന പൊട്ടിപ്പൂരമായിരിക്കും നമ്മൾ പ്രേക്ഷകരെല്ലാം കാണാൻ പോകുന്നത്. പക്ഷേ അതെല്ലാം ഒരു ചെറിയ ഇവളെ പോലുള്ള ഒരു ബ്രേക്കിന് ശേഷം മാത്രം. വെൽക്കം ബാക്ക്. ദിസ് ഈസ് സി കേരളം സൂപ്പർ ബമ്പർ ഹാപ്പനിങ് അറ്റ് ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കരുനാഗപ്പള്ളി. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മിടുക്കന്മാരെയും മിടുക്കികളെയെല്ലാം നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ചെയ്യേണ്ട ജോലി ഞാൻ ഏൽപ്പിക്കുന്നത് എപ്പോഴും നിങ്ങൾക്കെല്ലാം പണി തരുന്ന മാഷുമാരെ തന്നെയാണ്. മാഷുമാരെ അല്ല, ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഡയറക്ടറിനെ തന്നെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. നല്ല കയ്യടിയും ആരവങ്ങളോടും കൂടി ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കും. ഇവിടെ എത്തിയിരിക്കുന്നത് ഡയറക്ടറിന്റെ പേര് അനസ് ജാഫർ. ഡയറക്ടർ സാറേ, ഇത്രയും അതായത് കുരുന്നുകൾ തൊട്ട് +2കാരും ഡിഗ്രിക്കാരും വരെ താങ്കൾ മേയ്ക്കേണ്ടതുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ചലഞ്ചിനെ പറ്റി ഒന്ന് പറഞ്ഞു. കാര്യം ഈ കുട്ടികളെ മേയ്ക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ജോലി എന്ന് അവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെല്ലാവരും പറയും. അതൊന്ന് പറഞ്ഞു തന്നെ. അപ്പം ഇത്രയും കുട്ടികളുടെ രക്ഷിതാവാണ് താങ്കൾ. കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫാത്തിമ ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കാണിക്കുന്ന തെറ്റുകളെ ഒന്നും നമ്മൾ തിരുത്താറില്ല. സ്നേഹത്താൽ ശാസിക്കുക, അതാണ് നമ്മളുടെ ഒരു രീതി. ഇപ്പം ഒരു കുട്ടി ഇന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നില്ല, എങ്ങനെയാണ് നമ്മൾ സ്നേഹത്തോടെ ശാസിക്കുന്നത്? ഒരു സാമ്പിൾ. സ്നേഹത്തോടെ പിടിച്ച് 2 അടി കൊടുക്കുക. അല്ല, ഈ ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ല, പിച്ചാൻ പാടില്ല, കിഴുക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. പണ്ടത്തെ നമ്മളൊക്കെ ആണെങ്കിൽ അടി കൊണ്ട് റെഡി ആയിട്ടാണ്. കാര്യം അടി കിട്ടാതിരിക്കാൻ വേണ്ടി പാൻറ്റിൻ്റെ അകത്ത് പതുക്കെ ഫോയിൽ വരെ കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അടിക്കാനും പിടിക്കാനും ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷേ ഇതൊക്കെ നടക്കാറുണ്ടോ അടിയൊക്കെ? അങ്ങനെയല്ല, ചെറുതായിട്ട് അത്യാവശ്യം ഈ തല്ലു കൊണ്ടാൽ മാത്രം നന്നാവും എന്ന് പറയുന്ന ചില കുട്ടികളുണ്ട്. അവരെ നമ്മൾ പിടിച്ചിട്ട് തല്ലും എന്ന് പറഞ്ഞ് ഇപ്പൊ തല്ലും അല്ലേ? ചൂരിലൊക്കെ വെച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് കേട്ടാ. ശരിക്കും ഈ മാഷുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഏറ്റവും വലിയ മാഷ് എന്ന് പറഞ്ഞാൽ തിലകൻ സാറാണ്. സ്ഫടികത്തിമേലെ കടുവാ മാഷ് എന്ന് പറഞ്ഞ് വരത്തില്ലേ? ഇവിടെ അങ്ങനെ ഇരട്ടപ്പേരൊക്കെ മാഷുമാർക്ക് കുട്ടികൾ കൊടുക്കാറുണ്ടോ? നല്ല കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ. ഡയറക്ടർ സാറിന് തന്നെ കാണും 15 പേര് ഇവിടെ അല്ലേ? കുട്ടികളെ സ്നേഹത്തോടെ ശാസിക്കുന്ന പേര് അനസ് സാർ അല്ലേ? അനസ് സാറിന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഇവിടത്തെ ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആരാന്ന് നമ്മൾ സാറിനെ കൊണ്ട് സെലക്ട് ചെയ്യിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടെ. സാറ് പഠിപ്പിക്കുന്ന വിഷയം ഏതാണ്? മൈക്കടുത്ത്. ബിസിനസ് സ്റ്റഡീസ്. ഡിഗ്രി കുട്ടികൾക്കാണ് അല്ലേ? ഈ കൊച്ചു പിള്ളേരെയൊന്നും ഹാൻഡിൽ ചെയ്യേണ്ടി വരാറില്ല, കമ്പാരിറ്റീവ്ലി ഈസി ആണല്ലേ? ഇനിയും അനസ് സാറ് നമുക്ക് വേണ്ടി ഇവിടുത്തെ ഒരു മിടുക്കൻ അല്ലെങ്കിൽ ഒരു മിടുക്കി ഈ ലോട്ടിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അനസ് സാറിൻ്റെ ജോലി ആളെ പൊക്കി നേരെ എൻ്റെ കയ്യിലോട്ടിങ്ങ് തരിക. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ അനസ് സാർ സെലക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനസ് സാർ. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ തിരിച്ച് സദസ്സിലേക്ക് വിടാം. ഇന്നത്തെ സൂപ്പർ ബമ്പറിലെ ആ കിടിലം കണ്ടസ്റ്റന്റ് ആരെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലെ ഒരു മിടുക്കിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതെന്നാണ് എന്റെ പ്രതീക്ഷ. ആണല്ലോ അല്ലേ? ആണ്. പേര് പ്രതിഭ അല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. പ്രതിഭ. ഭാരതത്തിന്റെ ഭാരതം എന്ന് പറഞ്ഞേ. അതാണ്, അല്ലാതെ ഭാരതമല്ല. ശരി, പ്രതിഭ എത്രയിലാ പഠിക്കുന്നത് ഇവിടെ? ഡിഗ്രിയിലൊക്കെ എത്തി. ശരി, ഏത് വർഷമാണ് ഡിഗ്രി? ഇപ്പൊ സെക്കൻഡ് ഇയർ. ഏതാണ് വിഷയം? ബികോം കോപ്പറേഷൻ. ബികോം എന്ന് പറയുമ്പോഴത്തേക്ക് കൊമേഴ്സ് അല്ലേ? ശരി, എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുക്കാൻ ഒരു താല്പര്യം തോന്നിയത്? ചുമ്മാ ഒരു രസം തോന്നി, വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അതാണ് കിട്ടിയത്. ശരി, ഇനിയും പ്രതിഭയുടെ വേറെ ഇഷ്ടങ്ങൾ പഠിത്തം അല്ലാതെ വേറെ എന്തൊക്കെയാണ് പ്രതിഭയ്ക്ക് ഇഷ്ടം? പടം വരയ്ക്കും. ഇവിടെ വെച്ചിരിക്കുന്ന പടമൊക്കെ പ്രതിഭയുടെ അല്ലല്ലോ അല്ലേ? ഞാൻ വരച്ചതാ അത്. ഇതൊക്കെ ഈ റോസാപ്പൂവും തെങ്ങും മാങ്ങയൊക്കെ ഇവരോടൊക്കെ ചോദിച്ചു നോക്ക്. ശരി, അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു നോക്കാം. പടം വരെ അല്ലാതെ വേറെ എന്താണ് പ്രതിഭയുടെ ഇഷ്ടം? ഡാൻസ് കളിക്കാറുണ്ട്. ഏതാണ്? ക്ലാസിക്കൽ ആണോ സിനിമാറ്റിക് ആണോ? ക്ലാസിക്കൽ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്. ടിക്ടോക്കിന്റെ അസുഖം വല്ലതും ഉണ്ടോ? ടിക്ടോക്ക് എനിക്ക് ഫോണില്ല. മീഡിക്ക് നല്ലൊരു കൈഡി അതിന് കൊടുക്കണം കേട്ടോ. ഫോണില്ലാത്ത പ്രതിഭയ്ക്ക് നല്ലൊരു കൈഡി തന്നെ കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ പ്രതിഭ? ഉണ്ട്.
പക്ഷെ എനിക്ക് മേടിച്ച് തരത്തില്ലല്ലേ? ഇല്ല. നല്ല കാര്യം. ഇനി ഫോണും കൂടെ മേടിച്ചു കൊടുക്കാതെ കുഴപ്പമേ ഉള്ളൂ. ശരി, അപ്പോൾ നല്ലൊരു പാട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്നത് എളുപ്പം നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ടൊരു പാട്ട് പ്രതിഭയെ കൊണ്ട് നടക്കുമോ? നല്ലൊരു പാട്ട്, ഒരു കിടിലം പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഞാൻ രക്ഷിക്കാം, മതി. പക്ഷേ നമ്മൾ എന്ത് തന്നെയായാലും ആ ശ്രമം ഉണ്ടല്ലോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആ ശ്രമത്തിന് നമ്മൾ ഇങ്ങനത്തെ കൈഡിയും കൊടുത്ത പോലെ നല്ല കൈഡി കൊടുക്കണം. ഇനി പ്രതിഭ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ ഗെയിം സെക്ഷനിലേക്ക് പോവുകയാണ്. പ്രതിഭയുടെ മുമ്പിൽ ഒരു പണിപ്പെട്ടിയും വരും, ഒരു പണപ്പെട്ടിയും വരും. അതിൽ നിന്ന് പണിയെടുക്കുക, പണം നേടുക, പണിയെടുക്കുക, പണം നേടുക. പണി നന്നായിട്ട് കളിച്ച് ജയിച്ച് പണം നേടിക്കൊണ്ടേയിരിക്കണം. പ്രതിഭയുടെ മുമ്പിലേക്ക് പണിപ്പെട്ടിയും പണപ്പെട്ടിയും വരാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചില നിയമങ്ങളും നിയമാവലികളും കളികളും ഒക്കെ ഉണ്ട്. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഇതാ പണിപ്പെട്ടിയും പണപ്പെട്ടിയും പ്രതിഭയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. മൊബൈൽ ഇല്ലാത്ത പ്രതിഭ ഇതാ സെലക്ട് ചെയ്യാൻ പോവാണ്. സി കേരളം സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിം. എളുപ്പം സെലക്ട് ചെയ്തതിന്റെ കൈ ഇതാ. ശരിക്കും മുല്ലപ്പൂവൊക്കെ വെച്ച് വളരെ സുന്ദരി കുട്ടിയാണല്ലേ, പട്ടുപാവാടയൊക്കെ ഇട്ട് അല്ലേ, സുന്ദരി കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞ് തയ്പ്പിച്ച പട്ടുപാവാടയും കാര്യങ്ങളൊക്കെയാണോ? അല്ലല്ല. ഇത് +2 വളരെ നല്ല മാർക്ക് കിട്ടിയപ്പോൾ മേടിച്ചെന്നാണോ വീട്ടിൽ? അല്ലല്ല. പിന്നെ എപ്പോഴാ കിട്ടിയത്? ഇന്നലെ വാങ്ങിച്ചതാ. ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിനു വേണ്ടി തന്നെയാണ്. അല്ല, കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിൽ പോയി സദ്യയൊക്കെ കഴിച്ചാ? കഴിച്ചു. ശരി, അപ്പൊ ഈ കഴിച്ച് കല്യാണമല്ലോ കഴിച്ചത്, സദ്യയാണ് കഴിച്ചത്. സോറി. അപ്പോ ആദ്യത്തെ ഗെയിം പ്രതിഭയ്ക്ക് ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ഗെയിമാണ് കേട്ടോ. ഇതുപോലെ തന്നെ വേണം പണി കിട്ടാൻ. ഗെയിമിന്റെ പേര് കരിമ്പിൻ കാട്ടിലെ ആന. അപ്പോൾ കരിമ്പിൻ കാട്ടിലെ ആന എന്ന് പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാര്യം നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നല്ല കരിമ്പിൻ കൃഷിയുണ്ട്. എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിലൊന്നും അങ്ങനെ കരിമ്പിൻ കൃഷി വ്യാപകമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇതിന് തൊട്ട് പുറകെ നല്ല കരിമ്പിൻ കൃഷിയുണ്ട്. പ്രതിഭ ചെയ്യേണ്ടത് 120 സെക്കൻഡാണ് ഫസ്റ്റ് ലെവലിനുള്ളത്. 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ്. ഈ 120 സെക്കൻഡ് കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കരിമ്പിൻ കഷ്ണങ്ങളിലെ തൊലി മാത്രം കൃത്യമായിട്ട് ഇളക്കി കളയണം. അതിന് പക്ഷേ പ്രതിഭയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ത് മാത്രമായിരിക്കും? കയ്യല്ല, സ്ഥിരം ചെയ്തതിന്റെ കുഴപ്പമില്ല. ശരി, കരിമ്പിൻ കാട്ടിലെ ആന എന്നുള്ള ഗെയിം ഇതാ സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ പ്രതിഭയായിട്ട് ചേർന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് വരുന്നു, ഗെയിം തുടങ്ങുന്നു, ആകെ ബഹളമായിരിക്കും. ദ ഗെയിം ഈസ് കരിമ്പിൻ കാട്ടിലെ ആന. പ്രതിഭ ചെയ്യേണ്ടത് 120 സെക്കൻഡ് കൊണ്ട് പ്രതിഭയുടെ മുന്നിലിരിക്കുന്ന 3 കരിമ്പിൻ കഷ്ണങ്ങളിലെ തൊലിയാണ് കളയേണ്ടത്. കൈ കരിമ്പ് പിടിക്കാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പക്ഷേ തൊലി കളയേണ്ടത് പ്രതിഭ എന്നും പല്ല് തേക്കാറുണ്ടെങ്കിൽ ആ പല്ലുകൊണ്ട് തന്നെയാണ്. പ്രതിഭ, കരിമ്പിൻ കാട്ടിലെ ആനയാകാനുള്ള സമയമായിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കരിമ്പിന്റെ അടുത്ത് എന്തോ മാഷിന്റെ അടുത്തുള്ള വിരോധം ഉള്ളതുപോലെയാണ്. കരിമ്പ് മാത്രം ഇളക്കിയാൽ മതി, അതിന്റെ കഷ്ണം ഇളക്കല്ല. അപ്പപ്പ് വിളിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആനയൊന്നും അനങ്ങത്തില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇതാ 120 സെക്കൻഡ് മാത്രമാണ് പ്രതിഭയ്ക്കുള്ളത്. പക്ഷേ അതിവീറോടുകൂടിയാണ്. വായൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ. ടെൻഷനൊന്നും വേണ്ട. 1000 രൂപ, കരിമ്പ്, പുതിയ പട്ടുപാവാട, കമ്മല്, ജിമിക്കി,
മൊബൈൽ ഫോൺ വരെ ചിലപ്പോൾ കിട്ടും 25,000 രൂപ അടിച്ചാ. കരിമ്പ് ഒടിച്ചൂടാ. ഈശ്വര, ഇത് ആനയല്ലെന്ന് തോന്നുന്നു, ഡിനോസർ ആണെന്ന് തോന്നുന്നു. കരിമ്പിൻകാട്ടിലെ ഡിനോസർ. ഈശ്വര, ഈ ശരിക്കും പറഞ്ഞ ആനയെ കരിമ്പിൻകാട്ടിലേക്കൊക്കെ ഇറക്കി വിടുക എന്നൊരു ചൊല്ലുണ്ട്. ഇത് പക്ക അതിന് ആ പഴഞ്ചൊല്ലിന് ഏറ്റവും അർത്ഥവത്താക്കുന്ന ഒരു പ്രകടനമാണ് നമ്മുടെ പ്രതിഭക്കുട്ടി ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ പ്രതിഭക്കുട്ടി ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യടിയില്ല, കയ്യടി കൂമ്പാരമായാലേ നമ്മുടെ ആനയൊന്ന് ഉഷാറാവുള്ളൂ. ഉഷാർ. ആ ഈശ്വര, രാവിലെ മുല്ലപ്പൂവും വെച്ചോണ്ട് ഇറങ്ങിക്കുക കരിമ്പ് കടിക്കാൻ. വലുതാണോ? പിന്നെ അത് കാണുമ്പോഴേ പറയണമായിരുന്നു, പറ്റൂലായിരുന്നു. കമോണ്ട പ്രതിഭ അപ്പം പ്രതിഭ സമയം. അയ്യേ, എന്തൊക്കെ കാണിക്കുന്നത്? മുട്ടുപയോഗിച്ചുകൂടാ. ഇതിന്റെ തൊലി ബാക്കിയുണ്ട്, ഒരു കൈ അടിച്ച്. പറ്റണം. ഈ കൊച്ചു പഠിക്കുന്നത് ബികോം അല്ല. പ്രതിഭയ്ക്ക് ബാക്കിയുള്ളത് പക്ഷേ ഏകദേശം ഒരു കരിമ്പിനെ നാമാവശേഷമാക്കി രണ്ടാമത്തെ കരിമ്പിലേക്ക് ആക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കരിമ്പിന്റെ പുറത്തൊരു സർജിക്കൽ സ്ട്രൈക്കാണ് പ്രതിഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമോൺ പ്രതിഭ, കമോൺ. ഇത് കരിമ്പിൻകാട്ടിലെ ആനയല്ല, കരിമ്പിൻകാട്ടിലെ കടുവയാണ് കേട്ടോ. ഇത് രണ്ട് ഗർജനമൊക്കെ ഗർജ. ഇതാ 20 സെക്കൻഡും കഴിഞ്ഞു, വെറും 10 സെക്കൻഡ് മാത്രമാണ് പ്രതിഭ. ഇപ്പൊ 10ന്റെ കൗണ്ട് ഡൗൺ തുടങ്ങും. 10 and out. പ്രതിഭയെടുത്ത് നമ്മൾ ചോദിക്കുകയായിരുന്നു കേട്ടോ, എങ്ങനെയായിരുന്നു ഈ മത്സരത്തിൻ്റെ? 1 മിനിറ്റ് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്തോട്ടെ. അതാണ് സൗന്ദര്യത്തിനെ പറ്റിയുള്ള ആ കുട്ടിയുടെ ഒരു ബോധം കേട്ടോ. എന്നും രാവിലെ പ്രതിഭ ഇവിടെ വരുന്നത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി തന്നെയാണോ? ഭയങ്കര അണിഞ്ഞൊരുങ്ങിയാണോ? പ്രതിഭയ്ക്ക് വല്ല ഇരട്ട പേരും ഉണ്ടോ? മലരോ? ഈ മലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലരേ നിന്നി അങ്ങനെയൊക്കെ പാടിക്കൊടുക്കുക ആരെങ്കിലും ഉണ്ടോ പ്രതിഭയ്ക്ക്? ഉണ്ടോ പ്രതിഭ? ഇല്ല. അയ്യോ, വീണ്ടും മൊബൈൽ ഇല്ല എന്ന് പറയുന്ന പോലെ അതേ വിഷമത്തിലാണ്. ഇല്ല, അതും ഇല്ല. തളരരുത് രാമൻകുട്ടി, തളരരുത് രാമൻകുട്ടി, തളരരുത്. കരിമ്പിൻകാട്ടിലെ ആന എന്നുള്ള ഗെയിം വളരെ തകർത്ത് കളിച്ച പ്രതിഭക്കുട്ടിക്ക് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് പ്രതിഭക്കുട്ടിയെ തിരിച്ച് സദസ്സിലേക്ക് അയക്കാം. പ്രതിഭ എന്ന ആനയുടെ അത്യുഗ്രൻ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ ഇതുപോലുള്ള അത്യുഗ്രൻ പെർഫോമൻസ് ഒരുപാട് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ നമ്മൾ പോകുന്നു സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു സിന്ന ബ്രേക്ക്. വെൽക്കം ബാക്ക്. ദിസ് ഈസ് സി കേരളം സൂപ്പർ ബമ്പർ അറ്റ് ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കരുനാഗപ്പള്ളി. അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കണ്ടസ്റ്റന്റ് ആരെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളൊരു ചെറിയ ഗെയിമാണ് നടത്താൻ പോകുന്നത് കേട്ടോ. ഇവ 2 സൈഡിലായിട്ടും കുറേ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ മിടുക്കന്മാരുടെയും മിടുക്കികളുടെ ഇടയിലേക്ക് ഈ 4 തൊപ്പി ഞാൻ അങ്ങോട്ട് തരും. എന്നിട്ട് നമ്മളിവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പോൾ ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ തൊപ്പി ഒരാളുടെ തലയിൽ നിന്ന് അടുത്ത ആളുടെ തലയിലോട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. മ്യൂസിക് നിർത്തുമ്പോൾ ആരുടെ തലയിലാണ് തൊപ്പി അവിടെ നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ട് ആ 4 പേരും വേദിയിലേക്ക് വരണം. ബാക്കി കളി ഇവിടെ വന്നതിന് ശേഷം. റെഡി ആൻഡ് ദ മ്യൂസിക് സ്റ്റാർട്ട്സ് നൗ. ஏப்பா கேட்டியா? ஆசையா இருக்குமா? அவ பூரா சொன்னாடா உடம்பு. സ്റ്റോപ്പ്. ഇങ്ങനെ തോറ്റ് തൊപ്പിയിട്ട 4 എണ്ണത്തിനെയാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 4 എണ്ണത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോനെ പേരെന്താടാ? ശ്രീകുട്ടൻ. ആ ശരി. അമൽജിത്ത്, നസിഹ, സഫ. അപ്പോൾ ഈ 4 പേരും ചേർന്നാണ് അടുത്ത ഗെയിം കളിക്കാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിലിരിക്കുന്ന 3 തൊപ്പികൾ. മോളുടെ തൊപ്പി ഇങ്ങനെ, ഇദ്ദേഹത്തിൻ്റെ തൊപ്പി ഇങ്ങനെ. ഇനി അവിടെ വെച്ചോ. 3 തൊപ്പി ഞാനിങ്ങനെ എടുക്കണം. മോനെ ഇത് പിടിച്ചോ.
ഈ 3 തൊപ്പി ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇനിയും ഗെയിം തുടങ്ങുമ്പോഴത്തേക്ക് ഈ 3 പേര് തമ്മിൽ ഈ തൊപ്പി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ 4 പേര് തമ്മിൽ ഈ തൊപ്പി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. പാട്ട് നിർത്തുമ്പോൾ ആരുടെ തലയിലാണ് തൊപ്പി അവിടെ നിർത്തിക്കണം കേട്ടോ. ശരി, അവരായിരിക്കും ഔട്ട് ആവുന്നത് കേട്ടോ. ആൻഡ് ദ മ്യൂസിക് സ്റ്റാർട്ട്സ് നൗ. ആദ്യത്തെ ഔട്ട് ആവുന്ന പാർട്ടി കിട്ടി. മോളുടെ പേരൊന്നും കൂടെ പറഞ്ഞേ, അവിടെ നോക്കി പറഞ്ഞേ. സഫ ദാണ്ട തോറ്റു തൊപ്പിയിട്ട് ഔട്ട് ആയിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞതാ. താങ്ക് യു മോളെ. പോവാ. മ്യൂസിക് സ്റ്റാർട്ട് നൗ. നേരെ വെക്കുക, നേരെ തലയിൽ നേരെ വെക്ക. അടുത്ത അവിടെ നോക്കി. അടുത്ത മെഡിക്കനെ കിട്ടിയിട്ടുണ്ട്. മോന്റെ പേരെന്താ? അമൽജിത്തും തോറ്റ് തൊപ്പിയിട്ടു. ഞാൻ സംഭവിച്ചു, ഞാൻ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. நான் வாங்கிடுறான்ல. நீங்க தானே என் பார்ட்னர், உங்ககிட்ட தான் கொடுப்பேன். തലയിൽ വെയ്യടാ, തലയിൽ വെക്ക്. അമൽജിത്തും അമൽജിത്ത് അല്ലേ? അല്ല, ശ്രീകുട്ടനും നല്ലൊരു കൈയടിയോടുകൂടി തോറ്റു തൊപ്പിയിട്ട് ഔട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലെ നസഹയാണ് ഇന്നിവിടെ ഈ തോറ്റു തൊപ്പിയിടൽ ഗെയിമിലെ വിജയ് കേട്ടോ. ആ തൊപ്പി ഇനി എടുക്കുക. ഇപ്പൊ ജയിച്ചു നിൽക്കുക, ഇനി തോറ്റു തൊപ്പിയിടേണ്ട കാര്യമില്ല. വിജയ്ക്ക് നമ്മൾ തരാൻ പോകുന്ന ജോലി എന്താണെന്നറിയാമോ? അടുത്ത ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ബലിയാട് അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആരെന്നുള്ളത് മോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് സി കേരളം നമ്മുടെ നസിയെ കുട്ടിക്ക് നല്ല ഒരു സ്മിത്ത് ആൻഡ് ബോർഗന്റെ ഗിഫ്റ്റാണ് തരാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ചിരിച്ചേ. ഇതാ പിടിച്ചോ. താങ്ക് യു. ശരി, ഇനി മോള് എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു നല്ല മോൾക്ക് പണി ആർക്കാ കൊടുക്കാൻ ആഗ്രഹം, ഇവിടുത്തെ ഏറ്റവും ദേഷ്യം ആർക്കാണെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എടുത്തോ. സി കേരളം സൂപ്പർ ഓവറിന്റെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആരെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അനാമിക. ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഒരു മിടുക്കി കുട്ടിയാണ്, ഒരു സുന്ദരി കുട്ടിയാണ്. അല്ലേ? എടാ നീയൊക്കെ ചേച്ചിമാരുടെ പറയാൻ തുടങ്ങിയോ? സുന്ദരി കുട്ടിയാണ് അനാമിക. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു ആണ് പഠിക്കുന്നത്. ഏതാണ് ആ ട്രേഡ് എടുത്തിരിക്കുന്നത്? കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് ഉള്ളതല്ലേ? ശരിക്കും ഇതല്ലാതെ പഠിത്തമല്ലാതെ അനാമികയുടെ ഇൻട്രസ്റ്റുകൾ വേറെ എന്തൊക്കെയാണ്? പാട്ട് പാടും. വെരി ഗുഡ്. പിന്നെ ഡാൻസ് കളിക്കും. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമ്മ, അനിയൻ. ഒരു വലിയ കുടുംബമാണല്ലേ. അനാമികയുടെ ഒരു അത്യുഗ്രൻ പാട്ട് കേട്ട് നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. അനാമിക ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു. താങ്ക് യു അനാമിക. കാര്യം നമ്മുടെ മത്സരത്തിനുള്ള സമയം വളരെ കുറവാണ്. ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? ദുൽഖർ സൽമാൻ. അടിപൊളി. ശരി, ഇതോടുകൂടി നമ്മുടെ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. പണിപ്പെട്ടിയും പണപ്പെട്ടിയും അനാമികയുടെ മുമ്പിൽ വരും. അതിൽ നിന്ന് നല്ലൊരു പണി സെലക്ട് ചെയ്യുക. നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ ഗെയിമിലേക്കാവും. അനാമിക ആദ്യത്തെ ഗെയിമിലേക്ക് പോവുകയാണ്. നല്ലൊരു ഗെയിം ആയിരിക്കട്ടെ. അനാമിക എടുത്തോളൂ. This is C Kerala Super Bumper and the game is Glass Pyramid.
അതായത് അനാമികയുടെ മുമ്പിൽ അനാമികയ്ക്ക് കിട്ടുന്നത് ഒരു ബലൂൺ കാണും, കുറച്ച് ഗ്ലാസസ് കാണും. ഈ ഗ്ലാസസ് വെച്ച് ഒരു പിരമിഡ് ഉണ്ടാക്കണം അനാമിക. പക്ഷേ ഈ ബലൂൺ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ബലൂൺ പതിയെ വീർപ്പിച്ച് വേണം, ഈ ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് വീർപ്പിച്ച് വേണം ഗ്ലാസിനെ പിടിച്ചെടുത്ത് ഒരു സ്ഥലത്തുകൊണ്ട് വെക്കാനായിട്ട്. അല്ലാതെ കൈ വെച്ച് ഗ്ലാസ് എടുത്ത് വെക്കാൻ പാടില്ല. വളരെ രസമുള്ളൊരു ഗെയിമാണ്. പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ എത്തുമ്പോഴത്തേക്ക് അനാമികയ്ക്ക് എല്ലാ കാര്യങ്ങളും വളരെ വടിവൊത്ത രീതിയിൽ മനസ്സിലാവുന്നതാണ്. വി ആർ മൂവിങ് ടു ദ ഗെയിം ഗ്ലാസ് പിരമിഡ്. സി കേരളം സൂപ്പർ ബമ്പറിലെ ഗ്ലാസ് പിരമിഡ് എന്നുള്ള ഗെയിമിലേക്ക് അനാമികയെ നമ്മളെല്ലാവരും കടക്കാൻ പോവുകയാണ്. അനാമിക ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഗ്ലാസുകൾ വെച്ച് നല്ലൊരു പിരമിഡ് ഉണ്ടാക്കണം. ആദ്യത്തെ ലെയറിൽ 3 ഗ്ലാസ്, പിന്നീട് 2, പിന്നീട് 1, അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ്, അതിൻ്റെ മുകളിലൊരു സ്മൈലി ബോൾ. ഈ ഗ്ലാസ് എടുക്കേണ്ടത് ബലൂൺ വീർപ്പിച്ച് മാത്രമായിരിക്കണം. അനാമികയ്ക്ക് കാര്യത്തിൻ്റെ ഗുട്ടൻസ് എല്ലാം പിടികിട്ടിയിട്ടുണ്ട്. അനാമികയ്ക്ക് കിട്ടുന്നത് 120 സെക്കൻഡാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ല കൈയടി, നല്ല കൈയടി. ആ ബലൂൺ സാവധാനത്തിൽ കൈകൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കാൻ പാടില്ല കേട്ടോ അനാമിക. കൈകൊണ്ട് വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. കൈകൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കാനേ പാടില്ല. ആ ബലൂണിന്റെ പ്രഷർ കൊണ്ട് വേണ്ടി മാത്രമായിരിക്കണം ഗ്ലാസ്. അതാണ് കമാൺ. മിടിക്ക് നല്ല അപ്പ് വിളികളുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സായി. രണ്ടാമത്തെ ഗ്ലാസ് അനാമിക അവിടെ എത്തിച്ചു കഴിഞ്ഞു. മിടുക്കി, ഡൂയിങ് ഗുഡ്. താഴത്തെ ലെയറിൽ 3 ഗ്ലാസ് വെച്ചാൽ മതി. അടുത്ത ലെയറിൽ അടുത്ത 2 ഗ്ലാസ് വെക്കണം. അതെല്ലാം പ്ലാൻ ചെയ്തേനെ. വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്താണ് അനാമിക മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. 50 സെക്കൻഡേ ആയിട്ടുള്ളൂ അനാമിക. ഇഷ്ടംപോലെ സമയം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കണ്ട, ഒരു ഗ്ലാസ് ചെറുതായിട്ട് ആടിയിട്ടുണ്ട്. വെക്കുമ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കണം. അവിടെ ശ്രദ്ധ കുറവ് കാണിച്ചാൽ പിരമിഡ് പൊട്ടി വീഴും. വീണ്ടും ഒന്നേ തുടങ്ങേണ്ടി വരും. അയ്യോ, വീണ്ടും ആ 2 ഗ്ലാസ് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും. എൻ്റെ അത് മാത്രം ഫോം ചെയ്താൽ മതി. എളുപ്പം വരും. സ്റ്റാർട്ടാക്കി. സമയമുണ്ട്, മോള് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കറക്റ്റ്. കമോൺ. കൈവച്ച് നീക്കി വെച്ചൂടെ മോളെ. കൈവച്ച് ഒന്നും ചെയ്തുകൂടാ. കൈവച്ച് ബലൂണിനെ മാത്രമേ പിടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. സമയമുണ്ട്. അനാമിക ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന പോലെയാണ്. അപ്പവിളികളില്ല. ലാസ്റ്റ് ക്ലാസ് ആണ്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കെയർഫുൾ. ഡൺ വെൽ. കമോൺ. അത് കൈവച്ചെടുത്തോളൂ. ഗുഡ്. അതിൻ്റെ മുകളിലേക്ക് പതുക്കെ വീഴരുത്. വെറും 10 സെക്കൻഡേ ഉള്ളൂ. 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. അനാമിക ജയിച്ചിരിക്കുകയാണ് ദ ഗ്ലാസ് പിരമിഡ് ഗെയിം ആൻഡ് ഷി ഹാസ് വൺ ₹1000. മിടുക്കിയായ അനാമികക്കുട്ടിക്ക് നല്ല കൈയടിയുണ്ട്. അതിനോടൊപ്പം തന്നെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യ ലെവലിലെ സമ്മാനമായ 1000 രൂപയെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. 1000 രൂപ ഇതാ അനാമികയ്ക്ക് കൊടുക്കാൻ പോവാണ്. അനാമിക, ഈ 1000 രൂപ വെച്ച് എന്തൊക്കെ പരിപാടിയായിരിക്കും ചെയ്യാൻ പോകുന്നത്? എല്ലാവർക്കും ചെലവിടും. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി 1000 രൂപ അനാമികയുടെ കൊടുക്കുകയാണ്. 1000 രൂപയ്ക്കുള്ള ചെലവ് നിങ്ങൾ മേടിച്ചോണം. നല്ലൊരു കൈയടി കൊടുത്തോ. ഇനിയും അനാമിക പോകുന്നത് സെക്കൻഡ് ലെവൽ ഗെയിമിലേക്കാണ്. സെക്കൻഡ് ലെവലിൽ അനാമിക കിട്ടാൻ പോകുന്നത് 2000 രൂപയാണ്. പക്ഷേ അതൊരു ഫിക്സഡ് മണിയല്ല, അതായത് കൈ തരത്തില്ല. അത് 3ാമത്തെ ലെവലിലേക്ക് ഒരു എൻട്രി മാത്രമായിരിക്കും. സെക്കൻഡ് ലെവൽ ഗെയിമിലേക്ക് അനാമിക ഇതാ കടക്കാൻ പോവുകയാണ്. സെലക്ട് ചെയ്ത് എൻ്റെ കൈ തന്നോളൂ. ആൻഡ് ദ ഗെയിം ഈസ് ചോരാത്ത തോർത്ത്. ദിവസം എത്ര നേരം കുളിക്കും? 2 നേരം. മിടുക്കി. ശരി, അപ്പോൾ ആ തോർത്തായിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ആ തോർത്ത് നമ്മളിവിടെ ഒരു സ്ഥലത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കും. മറ്റേ സ്ഥലം ഫ്രീ ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു ബാസ്ക്കറ്റ് കാണും. ആ ബാസ്ക്കറ്റ് പിടിക്കാൻ അനാമികയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കാണും. ആ സുഹൃത്തിൻ്റെ ജോലി അനാമിക ഇവിടുന്ന് തോർത്ത് കൊണ്ട് എറിഞ്ഞു കൊടുക്കുന്ന ആ ബോള് പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗെയിം സെക്കൻഡ് ലെവലില് ചോരാത്ത തോർത്താണ്. പക്ഷേ ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പേ വീണ്ടും സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ പോകുന്നു ഒരു വെരി സ്വീറ്റ് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ദിസ് ഈസ് സി കേരളം സൂപ്പർ ബമ്പർ. അങ്ങനെ നമ്മുടെ അനാമിക കുട്ടി 2ാമത്തെ ലെവൽ ഗെയിമിലെത്തിയിരിക്കുകയാണ്. 2ാമത്തെ ഗെയിമിൻ്റെ പേര് ചോരാത്ത തോർത്ത്. അനാമികയെ സഹായിക്കാനായിട്ട് അനാമികയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തൂടെ ഇവിടെയുണ്ട്. സുഹൃത്തിൻ്റെ പേര്
നാജിൽ അന്തം വിട്ടിരിക്കുകയാണ് അത്. അപ്പോൾ നാജിലും അനാമികയും കൂടെ ചേർന്ന ഈ ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അനാമികയ്ക്ക് കിട്ടുന്നത് 100 സെക്കൻഡാണ്. 100 സെക്കൻഡ് കൊണ്ട് നാജിൽ തോർത്ത് വെച്ച് എറിഞ്ഞു കൊടുക്കുന്ന 20 ബോളാണ് അനാമിക ഈ ബക്കറ്റിൽ പിടിക്കേണ്ടത്. പക്ഷേ ആ കാണുന്ന വളയത്തിൻ്റെ അകത്ത് നിന്ന് അനാമിക ഇറങ്ങാൻ പാടത്തില്ല. ആ കാണുന്ന വളയത്തിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. ഗെയിം തുടങ്ങുമ്പോൾ ബക്കറ്റ് എടുത്ത് ഞാൻ കൈ തരും. അനാമിക ഗെയിമിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 100 സെക്കൻഡ്, 20 ബോള്. നാജിൽ റെഡി, അനാമിക റെഡി, ആൻഡ് വി ഓൾ റെഡി, ആൻഡ് ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ആദ്യത്തെ ബോൾ തന്നെ അനാമിക പിടിച്ചിട്ടുണ്ട്. 2, 4, 5 ഇല്ല, ആവേശം കൂടുന്നു. 6 അപ്പ് അപ്പ് അപ്പ്. എത്ര 7 8 വെറും 8 ബോൾ മാത്രമാണ്. 8 9 10 കയ്യടി 11 12 13 40 സെക്കൻഡ് കഴിഞ്ഞു. 14 അയ്യോ 15 16 17 18 19 and the last one. Great. ശരിക്കും ഈ ഗെയിമിലെ സ്റ്റാർ അനാമികയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരും. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്നത് ആരാണ്? നാജിലാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. പക്ഷേ അനാമികയുടെ ആ വൈസ് തീരുമാനമായിരുന്നു നാജിലിനെ ഇവിടെ എത്തിക്കാൻ. ബുദ്ധിപരമായ തീരുമാനമായിരുന്നു. നാജിലെ, നീ എത്ര UKG-ലോ LKG-ലോ എത്രയല്ല? ഇനി 10ലോട്ട്. ഇനിയും 10ലോട്ട്. 9 ജയിച്ചു. ജയിച്ചു എങ്ങനെയും ജയിച്ചു. ഏത് വിഷയത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക്? അല്ല, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള മാത്സാ. ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മാത്സ് ആണ്. 100-ന് 28 പോയാൽ എത്ര? 100-ന് 28 പോയാല് പറയടാ. 72. മിടുക്കനാണ് കേട്ടോ, സത്യമാണ്. അതൊക്കെ 100-ന് 14 കൂട്ടിയാൽ എത്രയാണ്? 114. അതല്ല, മിടുക്കൻ തന്നെയാണ് കേട്ടോ. ശരി, അപ്പോൾ നാജിലിന്റെ പഠിത്തം എന്നുള്ള മേഖല നല്ലതാണ്. ഏറ്റവും എളുപ്പമുള്ള വിഷയം മാത്സ്, ഏറ്റവും പാടുള്ള വിഷയം ഹിന്ദി. ശരി, ഹിന്ദിയിൽ പറ്റി ഫാത്തിമ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ എല്ലാ കാര്യങ്ങളും ഫാത്തിമ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ പറ്റി ഒന്ന് സംസാരിച്ചേ ഹിന്ദിയിൽ, അറിയാവുന്ന ഹിന്ദി വെച്ച്. ഫാത്തിമ എഡ്യൂക്കേഷൻ അച്ഛാ ഹേ. പറഞ്ഞോ. ഫാത്തിമ അധ്യാപകർ അച്ഛാ ഹേ. ഫാത്തിമയിലെ അധ്യാപകർ അച്ഛനെ പോലെയാണെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട നാജിൽ പറയുന്നത്. ഫാത്തിമ ടീച്ചർ അച്ഛാ ഹേ. ഫാത്തിമ ടീച്ചറും അമ്മയെ പോലെയല്ല, അച്ഛനെ പോലെ തന്നെയാണെന്നാണ് മീശയുള്ള ടീച്ചർമാരെന്നാണ് പ്രിയങ്കരനായ നാജിൽ പറയുന്നത്. ഫാത്തിമ ഫ്രണ്ട്സ് അച്ഛാ ഹേ. ഫാത്തിമയിലെ ഫ്രണ്ട്സും അച്ഛനെ പോലെയാണെന്നോ? ശരി, ബാക്കി നിനക്ക് ഈ അച്ഛ മാത്രമേ അറിയാളൂ, വേറെ ഒന്നും പറഞ്ഞൂടെ? അച്ഛയുടെ ഓപ്പോസിറ്റ് എന്തോ ആണ്? ട്യൂട്ടോറിയൽ ബഹുത് അച്ഛാ ഹേ. ട്യൂട്ടോറിയൽ ബഹുത് അച്ഛാ ഹേ. യഹാ കാ ലഡ്കിയാ അച്ഛാ വെച്ച് ഇത്രയെങ്കിലും പറഞ്ഞ വീട്. അച്ഛ വെച്ച് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നെ വിടാൻ. പക്ഷേ അച്ഛയാണോ ഉപയോഗിക്കാൻ പറഞ്ഞ? ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ ഹേ. അപ്പോൾ ഹിന്ദി മേ ബാത് കർനെ കെ ലിയേ मैंने तुमको बोला है. അടിച്ചു കൊല്ലാ. ഒരു ഊർജ്ജം തന്നാണ് മോനെ. ശരി, ഈ ഹിന്ദി മാത്സും അല്ലാതെ മോൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല, കളിക്കണം ഫുട്ബോൾ. ഓടിപൊളി. ആരാണ് ഇഷ്ടതാരം? മെസ്സി. രണ്ടാമത്തെ ലെവൽ ഗെയിമിൽ അനാമിക ഇതാ 2000 രൂപ നേടിയിരിക്കുകയാണ്. നാജിലിന്റെ സഹായത്തോടു കൂടി 2000 രൂപ നമ്മൾ അനാമികയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. വളരെ നല്ലൊരു ഗെയിം എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച് നാജിൽ. താങ്ക് യു മാത്രമേ ഇപ്പോൾ ഉള്ളൂ. രണ്ടാമത്തെ ലെവൽ ഗെയിമിലും നമ്മുടെ പ്രിയപ്പെട്ട അനാമിക കുട്ടി കിട്ടിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. 2000 രൂപ നേടിയിരിക്കുകയാണ്. 2000 രൂപ ഞാൻ എടുക്കട്ടെ? അങ്ങനെ തലയാട്ടണ്ട, അതിപ്പോ തരത്തില്ല. ഇല്ല, 2000 രൂപയുടെ കാര്യം ഞാൻ പറയില്ല. അതൊരു ഫിക്സഡ് എമൗണ്ട്. അതായത് മൂന്നാമത്തെ ലെവലിലേക്ക് 3000 രൂപയിലേക്കുള്ള ഒരു അഷുറൻസ് മാത്രമാണ് ഈ 2000 രൂപ. ഈ 2000 രൂപ അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ 3000 രൂപയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ആ ഗെയിം വീണ്ടും നന്നോണം പ്രാർത്ഥിച്ചെടുത്തോളൂ. വാഴപ്പിണ്ടി ചലഞ്ച്, ഇതാണ് ഗെയിമിന്റെ പേര് കേട്ടോ. നല്ല രസമുള്ള ഗെയിമാണ് കേട്ടോ. പക്ഷേ ഇത് വാഴപ്പിണ്ടി ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ വാഴയുടെ തട അങ്ങോട്ട് തരും. നമ്മൾ ചെയ്യേണ്ടത് ഈ വാഴയുടെ തട മുഴുവൻ ഇളക്കി ലാസ്റ്റ് നടുക്കുള്ള അതിനെന്താ പറയുന്നത്?
പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്ന് പറയും, ലാസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ആ ഉണ്ണിപ്പിണ്ടി വരെ എത്തുന്ന രീതിയിൽ നല്ല ക്ലിയർ ആക്കി എടുക്കുക. അത്യാവശ്യം അടുക്കളയിലൊക്കെ കയറാറുണ്ടോ? കേറാറുണ്ട്. എന്തൊക്കെ ആഹാരം ഏറ്റവും നന്നായിട്ട് മോൾ ഉണ്ടാക്കുന്നത്? ചമ്മന്തി ഉണ്ടാക്കും. വല്ല ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു കളിയല്ല, അതൊരു കലയാണ് അല്ലേ? ഏത് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്? ചമ്മന്തി. ഈ തേങ്ങാ ചമ്മന്തി പച്ചമുളക് ഇട്ട് വൈറ്റ് കളറാണോ? അല്ല, ഓറഞ്ച് കളർ. അമ്മിയിലാണോ വരയ്ക്കുന്നത്? അടിപൊളി, വീടിക്ക് നല്ലൊരു കൈ കൊടുത്തേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മിക്സിയിൽ അടിക്കുമ്പോഴാണ് അമ്മിയിൽ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന അനാമിക കുട്ടിക്ക് വാഴപ്പിണ്ടി ചലഞ്ച് എന്നുള്ള ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ പുഷ്പം പോലെ ആയിരിക്കും. വാഴപ്പിണ്ടി ചലഞ്ചിന്റെ പ്രധാന പ്രോപ്പർട്ടിയായ വാഴത്തടയെ പോരട്ടെ. തേർഡ് ലെവൽ ഗെയിമായ ദ വാഴപ്പിണ്ടി ചലഞ്ചിലേക്ക് അനാമിക കുട്ടി എത്തി നിൽക്കുകയാണ്. ഫ്രണ്ടിലുള്ളത് നല്ല ഒന്നാന്തര ഒരു വാഴത്തടയാണ്. ഇതിൽ നിന്ന് ഓരോ ലെയറായിട്ട് പൊളിച്ച് ലാസ്റ്റുള്ള ആ ഉണ്ണിപ്പിണ്ടി വേണം അനാമിക കുട്ടി എത്തി നിൽക്കാൻ കേട്ടോ. മൂന്നാമത്തെ ലെവൽ ഗെയിമിൽ 80 സെക്കൻഡ് കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്യേണ്ടത്. 3000 രൂപ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ്. വീട്ടമ്മമാർക്ക് പോലും കേട്ടോ വാഴപ്പിണ്ടി ഒന്നും ക്ലീൻ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. കാര്യം ഒന്നാം തരം പണിയാണ്, അതുപോലെ തന്നെ കയ്യിൽ മുഴുവൻ കറയാവുകയും ചെയ്യും കേട്ടോ. സമയം ഇതാ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക പോരാ, കുറച്ച് പണിയാണ്. ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിക്കാം, പക്ഷെ കിട്ടാൻ പോകുന്ന 3000 രൂപയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഡ്രസ്സൊക്കെ പോട്ടെ. ഇതാ സമയം തീരാറാവുന്നുണ്ട്, പക്ഷേ എല്ലാ ലെയറും തീരുന്നുണ്ട്, സമയവും തീരുന്നു, ലെയറും തീരുന്നു. അനാമിക ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതാ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉണ്ണിപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്, മിടുക്കി. അയ്യോ, പിണ്ടി കണ്ണെത്തി. ഇനി ശ്രദ്ധിച്ച അത് കളയരുത്, അതാണ് പിണ്ടി കേട്ടോ. ഏകദേശം എത്തിക്കഴിഞ്ഞു, ഒടിഞ്ഞു പോകരുത്. കമോൺ, പതുക്കെ, ഇനി ഓടിക്കരുത്. കമോൺ. ഓക്കെ. ആൻഡ് അനാമിക വാഴപ്പിണ്ടി ചലഞ്ചിൽ അനാമിക കുട്ടി ഇതാ മതി പോലെ മതി. തൃപ്തിയായി ഗോപിയേട്ടന്, തൃപ്തിയായി. തേർഡ് ലെവൽ ഗെയിമില് അനാമിക കുട്ടി ജയിച്ചു. മൂന്നാമത്തെ ലെവൽ ഗെയിമും നമ്മുടെ അനാമിക ജയിച്ചിരിക്കുകയാണ്. 3000 രൂപ നേടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ എത്ര രൂപ തന്നിട്ടുണ്ട് അനാമികയ്ക്ക്? 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ 2000-ന്റെ ഒരു പിടയ്ക്കണ നോട്ട് കൂടെ അനാമികയ്ക്ക് നല്ലൊരു കൈയടി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കൊടുക്കുന്നതാണ്. വെരി ഗുഡ്, നല്ല കൈയടി ഉണ്ട്. പിടിച്ചോ. ശരി, ഞാൻ തുടക്കത്തിൽ അനാമിക അടുത്ത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, വീട്ടിലെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അതിന് അനാമിക തന്ന ഉത്തരം ആരെന്നായിരുന്നു? അമ്മ എന്നായിരുന്നു കേട്ടോ. കാര്യം സാധാരണ ഒരു രീതിയുണ്ട്, അതായത് പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തും ആൺകുട്ടികൾക്ക് അമ്മയെടുത്തുമാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞു. അനാമിക എവിടെയാണ് പോകുന്നത്? ഇവിടെ നേരെ തിരിഞ്ഞു. അനാമികയുടെ ഏറ്റവും വലിയ ഇഷ്ടം അമ്മയെടുത്തായിരുന്നു. അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അമ്മ എന്നായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഞാൻ എല്ലാം അമ്മയോട് പറയും. അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? പായസം. പായസം. എന്ത് പായസം? ബ്രഹ്മസലി. ബ്രഹ്മസലി. വെർമിസെല്ലി. വെർമിസെല്ലിക്ക് പറഞ്ഞതാ ബ്രഹ്മസെല്ലി എന്ന്. ശരി, എന്റെ ബ്രഹ്മസെല്ലി. അടുത്ത ലെവൽ ഗെയിമിലേക്ക് അനാമിക പോകാൻ പോവുകയാണ്. ദ ഫോർത്ത് ലെവൽ 5000 രൂപയ്ക്കുള്ള ഗെയിം. അമ്മയെയും അച്ഛനെയും എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചെടുത്തോ. സി കേരളം സൂപ്പർ ബമ്പറിൽ 4ാമത്തെ ലെവൽ ഗെയിം വരെയാണ് നമ്മുടെ മിടുക്കിക്കുട്ടി അനാമിക എത്തിയിട്ടുള്ളത്. ആ ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു ഗെയിമാണ് അനാമിക. ഗെയിമിന്റെ പേര് ടേബിൾ ടെന്നീസ് എന്നാണ്. സാധാരണ ടേബിൾ ടെന്നീസ് എന്നുള്ളത് കണ്ടിട്ടില്ലേ? എന്താണെന്നുള്ളത് നമ്മളൊക്കെ ഒരു ടേബിൾ കാണും, ഒരു ചെറിയ ബാറ്റ് കാണും, അതിലിങ്ങനെ ബൗൺസ് ചെയ്ത് അപ്പുറത്തോട്ടടിക്കും, അവരെയാൾ ഇപ്പുറത്തോട്ടടിക്കും. ഇവിടെ പക്ഷേ അനാമിക മാത്രമേ കാണുള്ളൂ അങ്ങോട്ടടിക്കാൻ. അങ്ങോട്ടടിച്ച ഒരു ചെറിയ ബോക്സ് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിരിക്കും. ഒരു ബാറ്റ് കൊണ്ടാണ് അടിക്കേണ്ടത്. ഒരു ബാസ്ക്കറ്റ് വെച്ചിരിക്കും. ആ ബാസ്ക്കറ്റിൻ്റെ അടുത്താണ് അനാമിക ആ ബോൾ ഇടേണ്ടത് കേട്ടോ. 5000 രൂപയാണ് കയ്യിൽ വരാൻ പോകുന്നത്. അനാമിക ഈ 60 സെക്കൻഡിൽ ആ ബക്കറ്റിലേക്ക് തട്ടിയിടേണ്ട ബോളുകളുടെ എണ്ണം 7 എണ്ണം. 7 ബോൾ തട്ടിയിട്ടാൽ മതി.
ആ 7 ബോൾ ആ ബക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അനാമികയ്ക്ക് കിട്ടാൻ പോകുന്നത് 5000 രൂപയാണ്. ആൻഡ് യുവർ ഗെയിം സ്റ്റാർട്ട്സ് നൗ. കയ്യടി 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 കയ്യടി. ശ്രദ്ധിച്ച് ചെയ്യും മോളെ. ഇത് എന്തുവാ മോളെ, കറക്റ്റ് ആയിട്ട് ചെയ്ത് നിന്നെ കൊണ്ട് പറ്റും. അനാമിക, യു ക്യാൻ ഡു ഇറ്റ് അനാമിക. കമോൺ, ശ്രദ്ധിച്ച. അയ്യോ, വെറും 7 ബോൾ അതിലേക്ക് തട്ടിയിട്ടാ മതി. 7 വളരെ അടുത്തല്ലേ അനാമിക വെച്ചിരിക്കുന്നത്, അതും വലിയ വായുള്ള ബക്കറ്റാ വെച്ചിരിക്കുന്നത്. ആദ്യം ചെറിയൊരു സംഭവമായിരുന്നു. അനാമികയ്ക്ക് ഈ 5000 രൂപ ഈ കയ്യടി കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു അനാമിക ചേച്ചി കളിക്കാത്തത്. ആ തീരുന്നവരാ അപ്പ വിളിയാണ് കേട്ടോ, തീരുന്നവരാ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പൊക്കെ വരട്ടെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 and out. ഈ ലെവലിൽ തോറ്റെങ്കിലും അനാമികയെ നമ്മളിങ്ങനെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ പോകുന്നില്ല. വേറെയും കുറെ സമ്മാനങ്ങളൊക്കെ അനാമികയ്ക്ക് തരുന്നുണ്ട് കേട്ടോ. കൈ ഇടിച്ചോ. അങ്ങനെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ 4th ലെവൽ ഗെയിമിൽ നമ്മുടെ പ്രിയ അനിയത്തിക്കുട്ടി അനാമിക ചെറുതായിട്ടൊന്ന് അടിപതറി. പക്ഷേ വിഷമിക്കേണ്ട, അതിനെ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി നേരിട്ടിരിക്കുകയാണ് അനാമിക. അതുകൊണ്ട് തന്നെ സി കേരളം സൂപ്പർ ബമ്പർ അനാമികയെ ആദരിക്കുകയാണ്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു കിടിലം സമ്മാനമുണ്ട്. താങ്ക് യു. ആൻഡ് അതുപോലെ തന്നെ സാവിയോ പോളോ ഷർട്ട്സിന്റെ ഒരു കിടിലം സമ്മാനമുണ്ട്. പക്ഷേ ഈ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് അനാമിക കുട്ടി അങ്ങനെ വെറുതെ പോകാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതവിടെ വെച്ചോളൂ. അനാമിക പോകുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒരു കിടിലം പാട്ടും കൂടെ തരും ഇല്ലേ? ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടിയാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. സി കേരളം സൂപ്പർ ബമ്പറിന്റെ മറ്റൊരു സ്വീറ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവിടെ ദർശിച്ചത്. ശരിക്കും മറ്റൊരിടത്ത് വീണ്ടും ഉത്സവം കൊടിയേറുന്നവരെ ദിസ് എ സ്വീറ്റ് ഗുഡ് ബൈ ഫ്രം വിജയ് അശോക്.